വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ അഴിച്ചുപണികളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. നിതിൻ നബിൻ അദ്ദേഹം BJPയുടെ ദേശീയ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഴിച്ചുപണി ആണ് എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ കെ സുരേന്ദ്രൻ, കേരളത്തിലെ മുൻ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനെ നാഷണൽ സെക്രട്ടറി പദവിയിലേക്ക് ചൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം. പക്ഷേ അതിലുപരി നമ്മൾക്ക് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. BJP ദേശീയ പ്രസിഡന്റ് നിതിൻ നബീന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ദേശീയ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ചെറുപ്പക്കാരും പരിചയസമ്പന്നരുമായിട്ടുള്ള നേതാക്കളുടെ സംയോജനമാണ് ഈ പുതിയ ടീം. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങൾക്ക് പാർട്ടി പുതിയ ചുമതലക്കാരെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദീപക് മെസ്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം AAPയിൽ നിന്നാണ് വന്നത്. അമിത് മാളവിയെ സോഷ്യൽ മീഡിയ ടീമിന്റെ IT സെല്ലിന്റെ തലവനായിട്ടുള്ള അമിത് മാളവിയെ മാറി ഇപ്പോൾ ഈ AAPയിൽ നിന്ന് വന്ന ഇദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്തായാലും BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഗുജറാത്തിന്റെ തിരഞ്ഞെടുപ്പ് വശങ്ങളുടെ ചുമതല തരുൺ ചുഗിന് നൽകിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. രാജ്യസഭാ MP ആണ് തരുൺ ചുഗ്. മുൻകാലങ്ങളിൽ പാർട്ടി സംഘടനയിൽ നിരവധി പ്രധാന പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് സംഘടനയുടെ നിയന്ത്രണം തന്നെ അദ്ദേഹത്തിന് കൈമാറിയിരിക്കുകയാണ്. ഇനി UPയിലേക്ക് വരികയാണെങ്കിൽ UPയുടെയും പഞ്ചാബിന്റെയും ചുമതല പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ MPയുമായിട്ടുള്ള വിനോദ് താവഡെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ചുമതലക്കാരനായിട്ട് നിയമിച്ചിട്ടുണ്ട്. വിനോദ് താവഡെ എന്ന് പറയുന്ന വ്യക്തിയെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ്. അതിനാൽ ഈ ഉത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് BJP കണക്കാക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ജഗദീഷ് ഈശ്വർഭായ് പട്ടേലിനെ അദ്ദേഹത്തിന്റെ സഹചുമതലയായി നൽകിയിരിക്കുന്നു. ഈ ഉത്തർപ്രദേശും പഞ്ചാബും രണ്ട് സംസ്ഥാനങ്ങളും ഇവർക്കാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറുവശത്ത് ദേശീയ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ MPയുമായിട്ടുള്ള സതീഷ് പൂനിയെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായിട്ട് നിയമിച്ചിട്ടുണ്ട്. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും പഞ്ചാബിന്റെ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ ശ്രമങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് BJPയുടെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ എന്തായാലും തർക്കമില്ല. മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനിയെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പവറുള്ള ഒരു പോസ്റ്റാണ് എന്നുള്ളത് വേറൊരു കാര്യം. മുൻ RSS നേതാവ് റാം മാധവ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധെ എന്നിവർക്ക് ദേശീയ വൈസ് പ്രസിഡന്റ് ചുമതല നൽകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ദേശീയ ട്രഷററായിട്ടുണ്ട്. സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി BL സന്തോഷ് തുടരുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം അനിൽ ബാലു ആണ്, അദ്ദേഹം തന്നെ തുടരും. സോഷ്യൽ മീഡിയയുടെ നിയന്ത്രണം ഇപ്പോൾ ദീപക് മാസ്കെ, ഛത്തീസ്ഗഡിലെ ദീപക് മാസ്കയുടെ കയ്യിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാറ്റം തന്നെയാണ്. ചെറിയ മാറ്റമൊന്നുമല്ല, വലിയ മാറ്റം, സമൂലമായിട്ടുള്ള ഒരു അഴിച്ചുപണി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ നിന്ന് പോലും കെ സുരേന്ദ്രനെ നാഷണൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ ലക്ഷ്യം, അല്ലാതെ മറ്റെന്തെങ്കിലും BJPക്ക് എന്തായാലും ഹിഡൻ അജണ്ടാസ് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? 2019 ടീം അതേ മെത്തേഡില് അതേ ഫോർമുലയിൽ വീണ്ടും റീലോഡായി എന്നുള്ളതാണ് ഒറ്റനോട്ടത്തിൽ ഇതിനെ പറയാൻ പറ്റുന്നത്. 2019 അവർക്ക് സുശക്തമായിട്ടുള്ള ഒരു ടീമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ടീം BJP, സംഘപരിവാറിന്റെ ആളുകളും BJPയുടെ ആളുകളും ഒക്കെ ആയിട്ട് ഒരു ശക്തമായ ടീമായിരുന്നു. പിന്നീട് ആ ടീമിനകത്ത് സംഘപരിവാറിന്റെ ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു തുടങ്ങി. BJPയിൽ ചില ഏകാധിപത്യ പ്രവണതകളുണ്ട് എന്ന് പറയുന്നു. അമിത്ഷായും മോദിയും കൂടെ ഒക്കെയാണ് എല്ലാം തീരുമാനിക്കുന്നത് പറയുന്നു. അങ്ങനെയൊക്കെ വരുന്നു. 2024 തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അവരുടെ പഴയ ടീം തിരിച്ചു വരുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, 65 പേരുടെ ഒരു ലിസ്റ്റാണ് ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 51 പേരും പുതുമുഖങ്ങളാണ്. ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിലെ ചില ആളുകളാണ്. ഒന്ന്, സ്മൃതി ഇറാനി വീണ്ടും തിരിച്ചു വരുന്നു. കാരണം UP തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്മൃതി ഇറാനി എന്തുകൊണ്ടാണ് അമേഠിയിൽ തോറ്റതും മാറി നിന്നെന്ന് ചോദിച്ചാൽ അവിടുത്തെ നേതാക്കളുമായിട്ടുള്ള ചില നേതാക്കൾക്ക് സ്മൃതി ഇറാനിയുമായി ഒത്തുപോകാൻ പറ്റാത്തതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധനുഷ, ഒരു നേതാവ് ഒരാളെ, അതായത് ആരോടും സംസാരിക്കാത്ത അന്തർമുഖനായ ഒരാളെ വെറുപ്പിച്ചാൽ പോലും 4 വോട്ട് കുറയും. ഒരാളെ, എന്നെ വെറുപ്പിച്ച എന്റെ വീട്ടിൽ 4 വോട്ടുണ്ട്, 4 വോട്ട് കുറയും. അവൻ ഇച്ചിരി ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ, അവന് 10 പേരുമായിട്ട് കണക്ഷൻ ഉണ്ട്, അവൻ ഇച്ചിരി ഒരു 50 വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്നവനാണെങ്കിൽ 50 വോട്ടും പോവും. 100 വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്നവനാണെങ്കിൽ 100 വോട്ടും പോവും. ഇതൊരു ബേസിക് കാര്യമാണ്. അപ്പം സ്മൃതി ഇറാനി അവിടെ അമേഠിയിൽ ജയിച്ച ഇടത്ത് തന്നെ അവിടുത്തെ നേതാക്കളുമായിട്ടുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ വോട്ടുകൾ ഗണ്യമായി കുറവ് വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു അവധി എടുക്കുകയും പിന്നീട് സീരിയലിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. വീണ്ടും അവർ സജീവമായി തന്നെ വരും. നമുക്കറിയാം, ഇത്തവണ വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പ് അനവധി യോഗങ്ങളിൽ സ്മൃതി ഇറാനി പങ്കെടുത്തു. ബംഗാളി ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ അവിടെ പങ്കെടുത്തിരുന്നു. അപ്പോഴേ തന്നെ നമുക്കറിയാമായിരുന്നു
വീണ്ടും ഇങ്ങോട്ടേക്ക് എത്താൻ എവിടെയെങ്കിലുമൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ടെന്ന്. കാരണം അത്യാവശ്യം നല്ല കാലിബറുള്ള ഒരു നേതാവാണ്. UP-യിലൊക്കെ ഇപ്പൊ അവർക്ക് വേണ്ടത് ഒരു അഴിച്ചുവിട്ട പ്രചരണമാണ് അവർക്ക് ഇനി വേണ്ടത്. അതിലൊരു നല്ല മുഖമാണ്. മറ്റൊന്ന് ശ്രീ റാം മാധവന്റെ മടങ്ങിവരവാണ്. അതായത് പക്ക RSS ബാക്ക്ഗ്രൗണ്ടാണ് റാം മാധവ്. പ്രചാരകനായിരുന്നു, RSSന്റെ ദേശീയ വക്താവായിരുന്നു, BJP-യിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ജമ്മു കാശ്മീരിൽ PDP-യുമായുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇടനില നിന്നിട്ടുണ്ട്. ത്രിപുര അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള BJP-യുടെ ഇലക്ഷൻ കൈകാര്യം ചെയ്ത കപ്പാസിറ്റി ഉള്ള ഒരു നേതാവാണ്. പിന്നെ മൂന്നാമത് വന്നിരിക്കുന്നത് വസുന്ധര രാജ സിന്ധ്യയാണ് വന്നിരിക്കുന്ന ഒരു രാജസ്ഥാനിൽ. ഈ വസുന്ധര രാജ സിന്ധ്യ എന്ന് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ BJP-ക്കാർ ചിലപ്പോൾ ഒരു അലമ്പ് ടീമാണ്. എപ്പോഴും ഈ രാജസ്ഥാനിൽ BJP-യിൽ ഗ്രൂപ്പ് ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് നിർണായക റോള് തന്നെ രാജസ്ഥാനിലുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അവർ കുറച്ച് എനിക്കൊന്ന് 200 താഴെ സ്ഥലങ്ങളിൽ മാത്രമേ അവർ പ്രചരണത്തിന് പോയിട്ടുള്ളൂ. അവിടെ എല്ലാം ജയിക്കുകയും ചെയ്തിരുന്നു. കാരണം അവർക്ക് അവിടുത്തെ സമുദായ സന്തുലിതാവസ്ഥയുണ്ട്. കാരണം ഈ 3 പ്രധാനപ്പെട്ട ജാതികളിലും ഇവരുടെ മോളും മരുമോനും ഒക്കെ അങ്ങനെ വന്നിരിക്കുന്നത്, രാജകുടുംബം ആണെങ്കിൽ പോലും. അപ്പൊ അവിടൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. പിന്നെ അവർ കുറച്ചുകൾ നിശബ്ദയായിരുന്നു ഇപ്പൊ ഈ ഒരു സമയങ്ങളിൽ. കാരണം രാജസ്ഥാനിലൊക്കെ അവരെ തട്ടിമാറ്റിക്കൊണ്ട് പുതിയ ഭരണാധികാരികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ചൊന്ന് സൈലന്റ് ആയി. പക്ഷെ അവരെ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അവരെ കൊണ്ടുവരുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ രാജസ്ഥാൻ മാത്രമല്ല, ഈ രജപുത്ത്, ജാട്ട് തുടങ്ങിയ വോട്ട് ബാങ്കുകളിലേക്ക് വലിയ സ്വാധീനം ചെലുത്താൻ ഇവർക്ക് കഴിയും. അതുകൊണ്ടാണ് അവരവിടെ എത്തിയിരിക്കുന്നത്. റാം മാധവനെ കൊണ്ടുവരുമ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിദഗ്ധനായിട്ടുള്ള, അത് എക്സ്പീരിയൻസ്ഡ് ആണ്, 2019 അടക്കം അത് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. അപ്പൊ അങ്ങനെ 2019 അതിന് മുമ്പ് 2016 ഒക്കെ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. അപ്പം അദ്ദേഹത്തെ കൊണ്ടിരുന്നു. അതൊരു നല്ല നീക്കമായിട്ട് തന്നെയാണ് കാണുന്നത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത് നിതിൻ നബീൻ, സംഘപരിവാർ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. അത് ഇത്തവണത്തെ നമ്മുടെ ലിസ്റ്റ് പരിശോധിച്ച് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം ഈ സംഘപരിവാർ ഒരു കോർ RSS ബന്ധമുള്ള ഒരുപാട് പേര് ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് ഈ പറയുന്ന സുനിൽ ബൻസർ, ഒരുപാട് സ്ഥലങ്ങളിൽ BJP-യുടെ തെരഞ്ഞെടുപ്പിന്റെ ഓർഗനൈസേഷന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു സംഘപ്രചാരകനാണ്. അദ്ദേഹം സജീവമായി തന്നെ എത്തിയിരിക്കുന്നു. വിനോദ് താവടെ, അദ്ദേഹം കഴിഞ്ഞ നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ചുമതല അദ്ദേഹത്തിനായിരുന്നു. പക്ഷെ കേരളത്തിന് കണക്ക് വിചിത്രമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിനൊന്നും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാനും അദ്ദേഹം കൂടെ നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു, അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ സഞ്ജയ് ഭാട്ടിയ, കടുത്ത സംഘത്തിന്റെ ഇതാണ് സഞ്ജയ് ഭാട്ടിയ. അദ്ദേഹവും ഇപ്പോൾ ഈ പറയുന്ന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. പിന്നെ BL സന്തോഷ് ഇപ്പോഴും ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് തുടരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ 2 സഹ സെക്രട്ടറിമാരുണ്ട് ഈ ഓർഗനൈസിംഗ് സെക്രട്ടറി സഹായിക്കാൻ. അവർ സ്വാഭാവികമായി തന്നെ RSS നോമിനികൾ തന്നെ ആയിരിക്കും. അപ്പോൾ RSSനെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുശക്തമാണ് ഈ മെത്തേഡായിരുന്നു ഇവർക്ക് 2014-ലും 19-ലും ഉണ്ടായിരുന്നു. അതിന്റെ മെച്ചം ആ റിസൾട്ടിൽ അവർക്ക് കാണാനും പറ്റി, എല്ലാവരും കൂടെ ഏകീകരിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പൊ വീണ്ടും അത് വന്നിരിക്കുന്നു. ഈ ഒരു തർക്കം റിപ്പബ്ലിക് TV അടക്കം പറയുന്നത് ഇവർക്കിടയിൽ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും BJP സംബന്ധിച്ച് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് UP തെരഞ്ഞെടുപ്പ്. പഞ്ചാബ് പിന്നെ അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയ ഒന്നും അല്ല, കുറെ സീറ്റുകൾ കൂടുതൽ കിട്ടിയ സന്തോഷം മാത്രം. പക്ഷേ UP അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വലിയ ക്ഷീണം തന്നെ ഈ രാജ്യത്ത് സംഭവിക്കും. അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് കണ്ടതാണ്. ഇവന്മാര് ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജയിക്കാൻ കഴിയും. അപ്പോ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം കൊണ്ട് അതുകൂടെ നമുക്ക് പറയാം. അതിനകത്ത് നമ്മുടെ പീയൂഷ് ഗോയൽ BJP-യുടെ ട്രഷററായിട്ട് വന്നു, കേന്ദ്രമന്ത്രിയാ പീയൂഷ് ഗോയൽ വന്നിട്ടുണ്ട്. ഈ ഗോയൽ വരുമ്പോൾ രസകരമായ കാര്യം, ഗോയലിന്റെ അച്ഛനും ട്രഷററായിരുന്നു പണ്ട് BJP-യുടെ 20 വർഷക്കാലം. ഈ രണ്ടുപേർക്ക് സമാന സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീയൂഷ് ഗോയലിന്റെ അച്ഛൻ വേദപ്രകാശ് ഗോയൽ, അദ്ദേഹം നമ്മുടെ AB വാജ്പേയിയുടെ കാലത്ത് ആ മന്ത്രിസഭയിലെ അംഗമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ട്രഷററായിരുന്നത്. ഇപ്പോൾ പീയൂഷ് ഗോയൽ, ഒരുപക്ഷെ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, പീയൂഷ് ഗോയലും ചിന്തിച്ചിട്ടുണ്ടാകില്ല താൻ അച്ഛനിരുന്ന ആ സ്ഥാനത്തേക്ക് വീണ്ടും വരും എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരുന്നത്, പീയൂഷ് ഗോയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രിമാരിൽ ഏറ്റവും മികച്ച മന്ത്രിയാണ്. പിന്നെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിന്റെ നെടും തൂണെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പൊ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, BJP-യുടെ പോളിസി അനുസരിച്ച് ഒരാൾക്കൊരു സ്ഥാനം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം JP നദ്ദ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം JP നദ്ദയ്ക്ക് കാലാവധി കുറച്ചുകൂടെ നീട്ടി നൽകി. പിന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് മിക്ക സംസ്ഥാനങ്ങളിൽ നടക്കാതെ വന്നുകൊണ്ട് പിന്നെയും നീട്ടി നൽകി. ഇതിനിടയിൽ JP നദ്ദ കേന്ദ്രമന്ത്രിയായി. ഇപ്പൊ കേന്ദ്രമന്ത്രിയും ദേശീയ അധ്യക്ഷനും ഒരാൾ തന്നെ വഹിച്ച ചരിത്രമുണ്ട് അവർക്ക്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലും വളരെ വ്യത്യസ്തമായ ഒരുപാട് ചരിത്രമുണ്ട്. ഒരു നേതാവ് തന്നെ 2 ബോർഡുകളിൽ അംഗമായിട്ടിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട്. 2 ബോർഡ്, കേന്ദ്ര സർക്കാരിന്റെ 2 ബോർഡുകളിൽ നേതാവായിട്ടിരുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുമുണ്ട്.
അപ്പൊ ഇത് നല്ലൊരു ടീമായിട്ട് തന്നെയാണ് കൊണ്ടത്. പിന്നെ അമിത് മാളവിയെ മാറ്റി എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആരോപണങ്ങൾ അമിത് മാളവിയ, കാരണം 10 വർഷമായിട്ട് ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ് അമിത് മാളവിയ. അപ്പോ അവിടെ ഇരുന്ന് പിന്നെ പുള്ളിക്കെതിരെ കുറെ, കാരണം ഈ ദില്ലിയിലെ പുള്ളിയുടെ പിടി അയഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് അമിത് മാളവിയ അവിടെ. കാരണം അമിത്ഷായുടെ വലം കയ്യ. രണ്ടാമത്തെ കാര്യം, ദില്ലിയിൽ പുതിയൊരു എന്താണ് പറയുന്ന ഒരു പുതിയ ഭരണം വന്നല്ലോ ബി.ജെ.പിയുടെ. രേഖ ഗുപ്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു പുതിയ ഗ്രൂപ്പായി, പുതിയ ഒരു വിങ് ഉയർന്നു വന്നു. അപ്പൊ അവിടെ ഈ പഴയ ടീമുകളെല്ലാം പതുക്കെ അവിടെ നിന്ന് തട്ടകം മാറുക. പക്ഷെ അമിത് മാളവിയ അങ്ങനെ പൂർണ്ണമായി ബി.ജെ.പിക്ക് തള്ളിക്കളയാനും കഴിയില്ല. കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പാർട്ടിയെ സഹായിച്ചിട്ടുള്ള ഒരു നല്ല IT പ്രചാരകനായിരുന്നു ഈ പറയുന്ന, അല്ലെങ്കിൽ IT വിങ് കൈകാര്യം ചെയ്തൊരു വ്യക്തിയായിരുന്നു അമിത് മാളവിയ. അപ്പം ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഇപ്പോൾ നല്ലത്. പിന്നെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞ സുരേന്ദ്രൻ, P.K. കൃഷ്ണദാസിന് ശേഷം കേരളത്തിൽ നിന്ന് ആദ്യമായി ദേശീയ ചുമതലയിലേക്ക് പോകുന്ന ഒരു നേതാവ് ശ്രീ സുരേന്ദ്രൻ. അപ്പൊ ചോദിക്കും അനൂപ് ആന്റണി ഇല്ലേ, അനിൽ ആന്റണി ഇല്ലേ എന്ന് ചോദിച്ചാൽ അവർ കേരളത്തിന്റെ അല്ല, ഞാൻ പറഞ്ഞ നേതാവ് എന്നല്ല, ഞാൻ പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് P.K. കൃഷ്ണദാസ് മാത്രമാണ് ദേശീയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഇരുന്നിട്ടുള്ള. എനിക്ക് തോന്നുന്നു അദ്ദേഹം കൃഷ്ണദാസ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. P.K. കൃഷ്ണദാസ് കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ K. സുരേന്ദ്രൻ പ്രസിഡന്റായി. K. സുരേന്ദ്രൻ അർഹിക്കുന്ന സ്ഥാനം. ഇപ്പൊ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് സുരേന്ദ്രന് സൗത്ത് ഇന്ത്യ ആയിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നതെന്ന് പറയുന്നു. ഏതായാലും അങ്ങനെ ഒരു നീക്കം അതായത് നല്ല മികച്ച, കാരണം അനിൽ ആന്റണിയെ സംബന്ധിച്ച് തന്നെ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു മാധ്യമങ്ങളിലൊക്കെ, മികച്ച പെർഫോമൻസ് ആണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അദ്ദേഹം നടത്തുന്നത്. അപ്പൊ അദ്ദേഹം അതിൽ ഇൻട്രസ്റ്റഡും ആണ്. അപ്പൊ പിന്നെ കേരളത്തിൽ നിന്ന് ഇപ്പൊ 2 പേര് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഏതായാലും ഇനിയിപ്പോ കേരളത്തിലെ ആളുകൾ, സംഘികൾ കുറെ ദിവസം കൊണ്ട് പറഞ്ഞത് സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകും എന്നുള്ള, എന്തായാലും ആ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആകുന്നു. അദ്ദേഹം ദേശീയതയിലേക്ക് പോകുന്നു. വേണമെങ്കിൽ നമുക്ക് KJP-യിൽ നിന്നും BJP-യിലേക്ക് സുരേന്ദ്രൻ പോയി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. കേരള ജനതാ പാർട്ടിയിൽ നിന്ന് അങ്ങനെയും പറയാം. ഏതായാലും നല്ല മികച്ചൊരു ടീമാണ്. പഴയ ടീം റീലോഡഡ് ആകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പഴയ ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ ആണെങ്കിൽ പറയും പഴയ കൂട്ടുകെട്ട് അല്ലെ, സിനിമയിൽ അങ്ങനെയല്ല പറയാം, സംവിധായകനും തിരക്കഥാകൃത്തും നടനും ആ പഴയ കൂട്ടുകെട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം സ്മൃതി ഇറാനിയെ പോലെയൊക്കെ ഉള്ളവരുടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി സമയങ്ങളിലൊക്കെ ഒരു തീപ്പൊരിയായിട്ട് നിൽക്കുന്ന ഒരു ലീഡറാണ്. പിന്നെ രാം മാധവനെ പോലെ കൃത്യമായി തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ കഴിവുള്ള ഒരാളാണ്. അങ്ങനെ ഒരുപാട് പേര്, വളരെ മികച്ച ഒരു ടീം എന്ന് തന്നെ പറയാൻ പറ്റും. ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ടീം. കഴിഞ്ഞ തവണത്തെ ടീം അത്ര വലിയ ഗുണമുള്ള ടീം അല്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. നിർജീവമായിരുന്ന ഒരു ടീം ആയിരുന്നത്. അബ്ദുള്ള കുട്ടിയൊക്കെ അതിൽ നിന്ന് മാറി, അബ്ദുള്ള കുട്ടിയൊക്കെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമായിരുന്നു. പ്രത്യേകിച്ച് അതിനകത്ത് കേരളത്തിൽ നിന്ന് പിന്നെ വേറെ ആരും ആ ഒരു പദവിയിലേക്ക് ഇപ്പൊ നിലവിലാരും വന്നിട്ടുമില്ല. നല്ലൊരു ടീമാണ്. ഈ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും.